ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഫൈനലി സംസാരിക്കാൻ പോകുന്നത് റയൽ മാഡ്രിഡിനെ കുറിച്ചാണ്. റയൽ മാഡ്രിഡിൻ്റെ രണ്ട് മത്സരങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. റയൽ മാഡ്രിഡിൻ്റെ കോപ്പ ഡെൽ റേ റൗണ്ട് ഓഫ് 32 മത്സരത്തെക്കുറിച്ചും അതുപോലെ തന്നെ മെസ്റ്റായിൽ വെച്ച് നടന്നിരുന്ന ആ ഒരു ത്രില്ലർ മത്സരത്തെക്കുറിച്ചിട്ടും എന്തായാലും സംസാരിക്കാൻ വൈകിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് ആദ്യം കോപ്പ ഡെൽ റേ വിശേഷത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ഈ കോപ്പ ഡെൽ റേ റൗണ്ട് ഓഫ് 32 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൻ ടീമുകൾക്കെതിരെ ആയിരിക്കും കളി എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ റയൽ മാഡ്രിഡ് മത്സരം ഉണ്ടായിരുന്നത് ഡിപ്പോർട്ടിവോ മിനേര എന്ന് പറയുന്ന ക്ലബിനെതിരെയായിരുന്നു. ഈ ഡിപ്പോർട്ടിവോ മിനേരയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ സ്പാനിഷ് ലീഗിലെ 4th ഡിവിഷനിൽ കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ അത്രയും കുഞ്ഞന്മാരാണ്. ഒരു കണക്കിലും റയൽ മാഡ്രിഡുമായിട്ട് ഒരു തരത്തിലും അവർക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരു ബിഗ് മാർജിനിലുള്ള റയൽ മാഡ്രിഡിൻ്റെ വിജയം നമ്മളെല്ലാവരും പ്രതീക്ഷ തന്നെയാണ്. ആ രീതിയിൽ തന്നെയാണ് 5-0 എന്നുള്ള സ്കോർ ലൈന് റയൽ മാഡ്രിഡ് വിജയിച്ച് കയറിയുള്ളത്. ആ ഒരു സ്കോർ ലൈൻ 5-0 നിന്നത്, അല്ലെങ്കിൽ 5-ൽ നിന്നത് മാർട്ടിനസ് എന്ന് പറയുന്ന മിനേരയുടെ കീപ്പറിൻ്റെ ഹീറോയിക് സേവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ടാണ്. കാരണം ചങ്ങായി മത്സരത്തിൽ 17 സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 17 സേവുകൾ, 16 ബിഗ് ചാൻസസ് റയൽ മാഡ്രിഡ് മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 17 സേവുകൾ ചങ്ങായി നടത്തുന്നു. 33 അറ്റംപ്റ്റുകൾ റയൽ മാഡ്രിഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആകെ മിനേരയുടെ ഭാഗത്ത് നിന്ന് വന്നത് 4 അറ്റംപ്റ്റുകളാണ്. അതിൽ ഒരെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചുട്ടാ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ഉരുണ്ട് ലുനിൻ എന്ന് പറയുന്ന കീപ്പറിൻ്റെ കൈകളിലേക്ക് പോകുന്ന ഒരു സിനാരി ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു ഷോട്ട് മാത്രമേ അവർക്ക് അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ സോഫ സ്കോർ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ ഈ അറ്റാക്കിംഗ് പാറ്റേൺസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ ആ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബോൾ ഫുൾ ടൈം റയൽ മാഡ്രിഡ് എടുത്തായിരുന്നു. അറ്റാക്ക് കൂടുതലും റയൽ മാഡ്രിഡാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എവിടെയെങ്കിലും ഒരു പച്ചക്കുത്ത് കണ്ടാലായി. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ചക്കുത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. അത്രയേ ഉള്ളൂ, 1-2 പച്ചക്കുത്തുകൾ. അതിനർത്ഥം അതാണ്. കാരണം അത്രയും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റുള്ളൂ. അത്തരത്തിലൊരു കുഞ്ഞൻ ടീമായിരുന്നു. എന്തായാലും ഈ മിനേരയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പഴക്കമൊക്കെ ഉള്ളൊരു ക്ലബ്ബാണ്. പക്ഷേ അവരുടെ ഹോം സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞാൽ വെറും 2000-ൽ പരം ആളുകൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റേഡിയമൊക്കെ ഉള്ളവർക്ക് അവരുടെ ഈ സീസണിലെ ബിഗ്ഗസ്റ്റ് ഫിക്സറാണ് റയൽ മാഡ്രിഡിനെതിരെയുള്ള മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്താണ്, അവർക്ക് കാര്യമായിട്ടൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ ഞാൻ പറഞ്ഞില്ല, കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ കോമ്പറ്റീഷൻ്റെ ഒരു റൂള് എവിടെയോ വായിച്ചു, 7 ഫസ്റ്റ് ടീം പ്ലേയേഴ്സിനെങ്കിലും കളിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, റയൽ മാഡ്രിഡ് നല്ല പ്ലേയേഴ്സിനെ തന്നെയാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയാണ്, കസ്റ്റിയ ഡിഫൻസ് ആയിരുന്നു മത്സരത്തിൽ ഹാർട്ട് ഓഫ് ദി ഡിഫൻസിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ലോറൻസോയും അതുപോലെ തന്നെ അഗ്വാഡയും സ്റ്റാർട്ട് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. റൗൾ അസെൻസിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രാൻ ഗാർസിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡിലാണെങ്കിലോ ലുക്കിറ്റ. ആരാണ് ലുക്കിറ്റ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. കമവിംഗ, ഫെഡേ വാൽവെർദെ, ഇതായിരുന്നു മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത്. പിന്നെ ബ്രഹീം ഡിയാസും ആർദാ ഗുലേറും എൻട്രിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻട്രിക്കിന് ഒരു അവസരമായിരുന്നു ഒരു ഗോൾ അടിക്കാൻ. പക്ഷേ അദ്ദേഹത്തിന് ഗോൾ അടിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ മാർട്ടിനസിനെ സംബന്ധിച്ചോളം എൻട്രിക്കിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നത്. എല്ലാ പുള്ളിക്കാരൻ്റെ അറ്റംപ്റ്റുകളും ചങ്ങായി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻട്രിക്കിന് ചില സാഹചര്യങ്ങളിൽ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എടുത്തിരുന്നെങ്കിൽ വേറെ ആൾക്ക് പാസ് കൊടുത്തിട്ട് ഗോൾ അടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്താണ്, എൻട്രിക്കിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ മാർട്ടിനസ് സമ്മതിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെന്താണ്, മത്സരത്തിന് ശേഷം ആർദാ ഗുലേർ ഒരു പ്ലെയറിൻ്റെ അടുത്തുനിന്ന് ആ ഒരു ജേഴ്സി വാങ്ങുമ്പോൾ ആ പ്ലെയർ എൻ്റെ ജേഴ്സിയാണോ വേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അതൊക്കെ സുന്ദരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ മത്സരത്തിൽ ഗോളുകൾ വന്ന പരിപാടിയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 4ാമത്തെ മിനിറ്റിൽ തന്നെ റയൽ മാഡ്രിഡ് ലീഡ് എടുക്കുന്നു. മത്സരത്തിന് തുടക്കം മുതൽ എങ്ങനെയും റയൽ മാഡ്രിഡിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കണം എന്നുള്ള രീതിയിൽ പൊസഷനൊക്കെ കളഞ്ഞു കുളിക്കുകയായിരുന്നു മിനേരയുടെ പ്ലെയേഴ്സ്. പിന്നെ മാത്രമല്ല, റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സിങ് കാര്യങ്ങൾ നല്ലതായിരുന്നു. കാരണം റയൽ മാഡ്രിഡിൻ്റെ മൊത്തത്തിലുള്ള പ്രസ്സിങ് ഇത്തിരി പ്രശ്നമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഇത് മിനേരയ്ക്കെതിരെയുള്ള മത്സരമല്ലേ. മാത്രമല്ല യങ് പ്ലെയേഴ്സ് ആയിരുന്നല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ഈവൻ ഈ കസ്റ്റിയ ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ടൈം മിനേരയുടെ ആ ഒരു ഏരിയയിൽ തന്നെയായിരുന്നു അവർ നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അവരുടെ പെർഫോമൻസിനെ വിലയിരുത്താനൊന്നും പറ്റില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന സംഭവം. പിന്നെ റയൽ മാഡ്രിഡിൻ്റെ ചില കടുത്ത ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്വിറ്ററിലൊക്കെ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർത്തിയെ കാണാൻ പറ്റിയില്ല, കസ്റ്റിയ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ഗൊൺസാലോ ഗാർസിയെ കാണാൻ പറ്റിയില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെ ചിലർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ചേമ ആൻഡ്രേസിനെ കാണാൻ പറ്റി, അത് പോസിറ്റീവായിട്ടുള്ള സംഭവമാണ്. പിന്നെന്താണ്, അവിടെയുള്ളവർക്ക് മിനേരയുടെ ആരാധകരെ സംബന്ധിച്ചോളം വിനി ജൂനിയറിനെ കാണാൻ പറ്റി, സെക്കൻഡ് ഹാഫിൽ സബ്ബായിട്ട് വരുന്നു. എംബാപ്പയെ കാണാൻ പറ്റി. അതൊക്കെ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. അവരുടെ ടീം 5-0 പരാജയപ്പെട്ടെങ്കിലും ഈ ബിഗ് പ്ലേയേഴ്സിനൊക്കെ നേരിട്ട് കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെന്താണ്, നമ്മൾ മത്സരത്തിൽ ഗോളുകൾ വന്ന സംഭവത്തെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഗോളുകളെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ഈ മത്സരം ഫുള്ള് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഫുൾ റിവ്യൂവും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അത്തരത്തിലൊരു റിവ്യൂ ആവശ്യമുണ്ടെന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ തന്നെ എന്താണ്, ഫെഡേ വാൽവെർദെയാണ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. ഫെഡയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ചങ്ങായി ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ബാങ്ങറുകൾ അടിക്കുന്നതിൽ വിദഗ്ധനാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ മത്സരത്തിൽ ചങ്ങായി ബോക്സിനകത്തു നിന്നാണ് ഗോൾ അടിച്ചത്. പക്ഷേ ഫെഡയാണല്ലോ അടിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമല്ലോ.
ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് വെടിയുണ്ടകൾ അടിക്കുന്നതാണല്ലോ പുള്ളിക്കാരൻ്റെ നോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, ബോക്സിനകത്തു നിന്നാണ് അടിക്കുന്നത്, എന്നാൽ അതിലൊരു വെറൈറ്റി വേണം. എങ്ങനെയാണ് ചെങ്ങായി അടിച്ച് കയറ്റിയിട്ടുള്ളത്? ബ്രഹീം ഡിയാസിൻ്റെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ്, അത് ഹെഡ് ചെയ്ത് ക്ലിയർ ചെയ്യാനുള്ള മിനേരിയ താരത്തിൻ്റെ ശ്രമം, അത് ചെന്ന് വീഴുന്നത് ഫെഡെ വാൽവർദയിലേക്കാണ്. ബോക്സിൻ്റെ റൈറ്റ് സൈഡിലാണ് ചെങ്ങായി നിൽക്കുന്നത്. അപ്പോൾ അത് ഇംപ്രവൈസ് ചെയ്യണം. എന്നാൽ ശരി, വായുവിൽ നിന്നൊരു വോളി അടിച്ച് കയറ്റിയാലോ? അതെ, എയറിൽ നിന്നുകൊണ്ട് ഫാൻറ്റാസ്റ്റിക് വോളി അടിച്ച് കയറ്റാണ്. അതും അഗെയിൻ ഒരു വെടിയുണ്ട വിട്ടിട്ടുള്ള പരിപാടിയില്ല. അങ്ങനെയാണ് റയൽ മാഡ്രിഡ് മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഗോള് കമവിംഗ ഹെഡറാണ്. അപ്പോൾ അവിടെ ഫെറാൻ ഗാർസിയെ സംബന്ധിച്ചോളം കമവിംഗയെ കൊണ്ടെങ്കിലും ഗോൾ അടിപ്പിക്കണം എന്നുള്ള വാശിയുള്ള പോലെയാണ് നമുക്ക് തോന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്രോസ് ബോക്സിലേക്ക് വരുന്നത് ഡിഫെൻഡ് ചെയ്യുന്നു. അഗെയിൻ ചെങ്ങായി അത് അവിടെ കൗണ്ടർ പ്രസ് ചെയ്തിട്ട് ആ കോർണർ ഫ്ലാഗിൻ്റെ അടുത്ത് ബോൾ വിൻ ചെയ്യാണ്. എന്നിട്ട് വീണ്ടും ക്രോസ് കൊടുക്കുന്നു. ഇത്തവണ കമവിംഗ പിന്നെ ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു. നൈസ് ഗോളായിരുന്നു. പിന്നെയും തുര അറ്റാക്കുകൾ തന്നെയാണ് റയൽ മാഡ്രിഡിൻ്റേത്. എൻട്രിക്കിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ അറ്റംപ്റ്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഗോൾ അടിക്കാത്തതിൽ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. പക്ഷേ ലിങ്ക് പ്ലേയും കാര്യങ്ങളും എൻട്രിക്കും ഗുലേറും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ലുക്കിറ്റ എൻജോയ് ചെയ്യാണ്. ലുക്കിറ്റയെ സംബന്ധിച്ചുള്ളത് ഇത് പ്ലേ ഗ്രൗണ്ടാണ്. മൊത്തം റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനെ സംബന്ധിച്ചോളം പ്ലേ ഗ്രൗണ്ടാണ്. ഇതൊരു ട്രെയിനിങ് എക്സസൈസ് പോലത്തെ ഒരു പരിപാടിയാണ്. പക്ഷെ എന്താണ്, ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെയാണ് എൻട്രിക്കൊക്കെ ഈ മത്സരത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ലുക്കിറ്റയെ സംബന്ധിച്ചോളം എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളായിട്ടുള്ള കളി പോലെയാണ്. ആളുടെ ഒരു ഫിനിഷൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ചങ്ങായിമാരെ, അതായത് ഒരു ഫേക്കൊക്കെ ഇട്ടിട്ട് മെല്ലെ ഫിനിഷ് ചെയ്യുന്നൊരു സിനാരിയൊക്കെ നമ്മൾ കണ്ടിട്ടായിരുന്നു. ബ്രഹീം ലുക്കിറ്റ ലിങ്കപ്പും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഗുലേറിൻ്റെ ബ്രേസ് നമ്മൾ കാണുന്നു. അതിൽ ഒരെണ്ണം കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ഡിഫ്ലക്ട് ചെയ്തിട്ട് പോകണം. റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. ഈ ഗുലേറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ റയൽ മാഡ്രിഡ് ഡെബ്യൂ നടന്നത് പിന്നെ ഒരു കോപ്പ ഡെൽ റേ മത്സരത്തിലായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ എന്തായാലും ഇപ്പോൾ മറ്റൊരു കോപ്പ ഡെൽ റേ മത്സരത്തിൽ അദ്ദേഹം ഗോളടിക്കുന്നൊരു സിനാരി നമ്മൾ കാണാണ്. പിന്നെ മറ്റൊരു ഗോൾ ഫ്രാങ്ക് ഗാർസിയാണ് അദ്ദേഹത്തിന് ടീ അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ടാപ്പിൻ ഗോളാണ് ഗുലേർ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വേറെയും കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർട്ടിനസ് ആണ് പ്രശ്നക്കാരനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വളരെ ഒരു പിന്നെ ബോംബ് സ്കോർ ലൈനിൽ നിന്നും മിനേരിയെ രക്ഷപ്പെടുത്തിയത് മാർട്ടിനസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. 5-0 എന്നുള്ള സ്കോർ ലൈനാണ് അവർ പരാജയപ്പെട്ടത്. ഇനി നമുക്ക് പ്രധാന മത്സരത്തിലേക്ക് കടക്കാം. കുറച്ച് ദിവസമായി ഈ കളി കഴിഞ്ഞിട്ട്, പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കുറേ ടോക്കിംഗ് പോയിൻറ്റ്സുകളുണ്ട്. അതായത് മെസ്റ്റായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലൻസിയ എന്ന് പറയുന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വൺസ് എ ജയൻ്റ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ ക്ലബ്ബ് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള മോശം സ്ഥിതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. റെലഗേഷൻ സോണിലാണ് അവരിയ്ക്കുന്നത്. റെലഗേറ്റ് ചെയ്യപ്പെടാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നതെങ്കിൽ പോലും മെസ്റ്റായ എന്ന് പറയുന്ന അവരുടെ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ഇടങ്ങറ് പിടിച്ചൊരു പരിപാടി തന്നെയാണ്. കാരണം അത്തരത്തിലുള്ള ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ അവിടുത്തെ ക്രൗഡിന് സാധിക്കും. അതിനെ പോസിറ്റീവ്ലിയും നെഗറ്റീവ്ലിയും നമുക്ക് കാണാം. കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡ് എന്താണ്, ഭയങ്കരമായിട്ട് റേസിസ്റ്റ് അബ്യൂസുകൾ. ഇപ്പോൾ വിനി ജൂനിയർ പോലെയുള്ള പ്ലേയേഴ്സൊക്കെ മുമ്പ് നേരിട്ടുള്ളൊരു സ്റ്റേഡിയമാണ് മെസ്റ്റായ. വിനി മാത്രമല്ല കേട്ടോ, വേറെയും പ്ലേയേഴ്സ് അവിടെ നിന്ന് നേരിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ടോക്സിക് അറ്റ്മോസ്ഫിയറുള്ള ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ മത്സരത്തിലും വിനി ജൂനിയർക്കെതിരെ അത്തരത്തിലുള്ള പിന്നെ റേസിസ്റ്റ് അബ്യൂസുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ TV ഫുട്ടേജിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് പിന്നെ കൃത്യമായിട്ടും അധികൃതർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ലാലീഗയുടെ മുമ്പിലേക്ക് അത് അവതരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് പിന്നെ റയൽ മാഡ്രിഡ് TV ആണ് പുറത്തുവിട്ടുള്ളത്. എന്തായാലും അത് ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഇഷ്ടംപോലെ അബ്യൂസുകൾ അദ്ദേഹം അവിടെ നിന്ന് നേരിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്തായാലും അപ്പോൾ പറഞ്ഞു വരുന്നത് മെസ്റ്റായ ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയറുള്ള ഒരു ഗ്രൗണ്ടാണ്. റെലഗേഷൻ സോണിലാണെങ്കിലും ഇടങ്ങറ് പിടിച്ച ഗ്രൗണ്ടാണ്. റയൽ മാഡ്രിഡിൻ്റെ ഈ മത്സരത്തിലെ ഓവറോൾ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറി. അതും ആ ഒരു ടിപ്പിക്കൽ റയൽ മാഡ്രിഡ് രീതിയിലാണ് അവർ വിജയിച്ച് കയറിയിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ പെർഫോമൻസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിലവിൽ അവർ ലാലീഗയുടെ ടേബിളിൻ്റെ തലപ്പത്താണ് ഇരിക്കുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് ഒരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. ആ ഗെയിം ഇൻ ഹാൻഡ് വിജയിച്ച് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് മുകളിലേക്ക് പോകാൻ അവർക്ക് സാധിക്കും. പക്ഷേ സ്റ്റിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻറ്റ്സ് ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻറ്റ്സ്. ഇതിൽ തന്നെ ഈ പിന്നെ വിജയത്തിൻ്റെ ശില്പികൾ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വരണം. അതിനു മുമ്പ് എന്തൊക്കെയാണ് സംഭവിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു റയൽ മാഡ്രിഡ് അത്ര നല്ല രീതിയിലല്ല മത്സരം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. റയൽ മാഡ്രിഡിൻ്റെ ഈ സീസണിലൊരു ശൈലിയാണ് മത്സരത്തിൻ്റെ ഫസ്റ്റ് 30 മിനിറ്റ്സൊക്കെ വളരെ മോശം രീതിയിൽ തുടങ്ങിയിട്ട് ഒപ്പോസിഷൻ ടീമിന് കുറേ കോൺഫിഡൻസ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ പ്രധാന പ്രശ്നം ഫുൾ ബാക്ക് ഏരിയയിലാണ്. എന്താ ഇപ്പോൾ ചെയ്യുക? ഇഞ്ചുറി പ്രശ്നങ്ങളാണ്. ഇപ്പോൾ വിൻഡോ ആണ്. ഈ വിൻഡോയിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ട്രെൻഡിനെ ഒന്നും ഈ വിൻഡോയിൽ കൊണ്ടെത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ട്രെൻഡിൻ്റെ ഡിഫെൻസീവ് ഇഷ്യൂസൊക്കെ അത് നമുക്കറിയുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഈ ഒരു സാഹചര്യം സംസാരിക്കേണ്ട കാര്യമില്ല. എന്തായാലും എന്താണ് വാസ്കസിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്കറിയുന്നതാണ്. മെൻഡി ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്നില്ല, മുമ്പോട്ട് പോയിട്ട് കളിയിൽ ഇൻവോൾവ് ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സിറ്റുവേഷനാണ് ഇരിക്കുന്നത്. ഇപ്പോൾ മെൻഡിയുടെ ഫോം ആ രീതിയിലാണ്. അപ്പോൾ മെൻഡിയും അതുപോലെ തന്നെ വാസ്കസും ഇടങ്ങറാകുന്ന മറ്റൊരു മത്സരം കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ്. ചെമേനിയും റുഡിഗറുമാണ് സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അലാബ തിരിച്ചു വരുന്നുണ്ട്. അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ചെമേനി എന്ന് പറഞ്ഞാൽ മിഡ്ഫീൽഡറാണ്, റുഡിഗറിൻ്റെ കൂടെ ഡിഫൻസിൽ കളിക്കുന്നത്. തിബോ കോർട്ട്വ കീപ്പറായിട്ട്. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് സബയോസ്, ഫെഡെ വാൽവെർദെ, ആ ഒരു പിവോട്ടായിരുന്നു, ഡബിൾ പിവോട്ടായിരുന്നു. ജൂഡ് ബെല്ലിംഗാം റോം ചെയ്ത് കളിക്കായിരുന്നു ബിറ്റ്വീൻ ലൈൻസ്, അതായത് ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്പേസിലൂടെ അദ്ദേഹം റോം ചെയ്ത് കളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് വർക്ക് റേറ്റൊക്കെ ഫാന്റാസ്റ്റിക് ആണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് എബിലിറ്റിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണോ? പിന്നെ എന്താണ് വിനി ജൂനിയർ ലെഫ്റ്റിൽ, റൈറ്റിൽ റോഡ്രിഗോ, എംബാപ്പെ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കം മുതൽ നമ്മളിപ്പോൾ ഈ സോഫാ സ്കോറിൻ്റെ തന്നെ ഈ അറ്റാക്കിംഗ് പാറ്റേൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. വലൻസിയയുടെ അറ്റാക്കിംഗ് പ്രഷർ തുടക്കം മുതൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ വെറും റയൽ മാഡ്രിഡിൻ്റെ പ്രഷർ മാത്രമേ ഉള്ളൂ, അറ്റാക്കിംഗ് പാറ്റേൺസ് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ വലൻസിയക്ക് ആ ലീഡ് ഉണ്ടായിരുന്നു, ആ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക, അങ്ങനെ അവർ പിന്നെ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അവർ ആ ഗോൾ കണ്ടെത്തി, പിന്നെ അവർ ലോ ബ്ലോക്കിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങി അവരുടെ ആ ഡിഫൻസീവ് ലൈന് താഴോട്ട് പോകുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. പിന്നെ റയലിനെ സംബന്ധിച്ചോളം അവർ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു ഉണ്ടായിരുന്നത്. വലൻസിയയുടെ ഭാഗത്ത് നിന്ന് സെക്കൻഡ് ഹാഫിൽ വെറും ഒരേ ഒരു അറ്റംപ്റ്റേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഒരു വല്ലാത്തൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് എന്താ പറയുക, ലാസ്റ്റ് കിക്ക് ഓഫ് ദ ഗെയിം എന്നൊക്കെ പറയുന്ന പോലത്തെ തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു. അത് പോസ്റ്റിലടിച്ചിട്ടുള്ളൊരു സംഭവമാണ് റിയോഹ എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ചോളം. അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വലൻസിയ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഈ ലോങ് ബോളുകൾ, ഈ വാസ്കസിൻ്റെ പുറകിലുള്ള സ്പേസിലേക്കുള്ള ബോളുകൾ പ്രശ്നമായിരുന്നു. ഫോൾക്കിയറും അതുപോലെ തന്നെ റിയോഹയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഹ്യൂഗോ ഡൂറോ ഈ ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിലുള്ള ആ ഒരു സ്പേസ് അത് കൃത്യമായിട്ടും റയൽ മാഡ്രിഡ് അങ്ങനെ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഹാവിയർ ഗെറ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ റണ്ണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റയലിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നല്ല രീതിയിലല്ല റയൽ മാഡ്രിഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഈ ഒരു ഫുൾ ബാക്കുള്ള ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ വലൻസിയ സംബന്ധിച്ചിടത്തോളം. അവരുടെ ആദ്യത്തെ ചാൻസ് തന്നെ വരുന്നത് ഈ വാസ്കസിൻ്റെ പുറകിലുള്ള ഒരു സ്പേസിലൂടെയുള്ള റിയോഹയുടെ റണ്ണും അദ്ദേഹത്തിൻ്റെ അവിടെ നിന്നുള്ള ക്രോസും, അതുകൊണ്ട് ഒരു ഷോട്ടിൽ കലാശിക്കുകയാണ്. തിബോ കോർട്ട്വ സേവ് ചെയ്യാണ്, തിബോ കോർട്ട്വ രക്ഷകനാകുന്ന ഒരു സിനാരിയോ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഈ ഫോൾക്കിയറിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു, അത് റൈറ്റ് സൈഡിലൂടെയാണ് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിനാരിയോ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് വലൻസിയ ഗോൾ അടിക്കുന്നത് വെച്ചാൽ 26ാമത്തെ മിനിറ്റിൽ. അപ്പോൾ അതിൽ ആ ഒരു ഹാഫ് വേലിൻ്റെ അടുത്ത് പിന്നെ പിൻബോൾ നടക്കുന്നുണ്ട് ഏരിയയിൽ. അങ്ങോട്ട് ഹെഡ് ചെയ്യുന്നു, ഇങ്ങോട്ട് ഹെഡ് ചെയ്യുന്നു, അത്തരത്തിലുള്ള സംഭവം നടക്കുകയാണ്. എന്നിട്ട് റോഡ്രിഗോയിൽ ബോൾ വന്നു വീഴാണ്. അപ്പോൾ റോഡ്രിഗോയുടെ അടുത്ത് പൊസിഷൻ ഇരിക്കുമ്പോൾ അവിടുന്ന് റോഡ്രിഗോയുടെ നിന്ന് പൊസിഷൻ വിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ പൊസിഷൻ വിൻ ചെയ്ത് നമുക്ക് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ഫൗളായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും എന്നിട്ട് അവിടെ നിന്ന് വലൻസിയ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഹാഫ് ഫീൽഡിൻ്റെ അടുത്തേക്ക് സബയോസ് ജമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ബോൾ റൈറ്റ് സൈഡിലേക്ക് നീക്കുന്നു, ഫോൾക്കിയറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഫോൾക്കിയറിനെ സംബന്ധിച്ചോളം അദ്ദേഹം അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്, നമ്മുടെ റുഡിഗറും ഒന്ന് ജമ്പ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബയോസ് അവിടെ ട്രാക്ക് ചെയ്ത് വരുന്നുണ്ട്, നല്ല രീതിയിൽ അദ്ദേഹം ട്രാക്ക് ചെയ്തിട്ട് ബോക്സിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഈ മെൻഡിയെ സംബന്ധിച്ചോളം ആ ഒരു കട്ട് ബാക്ക് അദ്ദേഹത്തിന് തടയാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പുറകിൽ കൈ കെട്ടിയിട്ട് നിൽക്കുകയാണ്, ആ ഒരു ഹാൻഡ് ബോളിനെ പേടിച്ചിട്ടായിരിക്കണം. എന്തായാലും അത് അദ്ദേഹത്തിന് തടയാൻ സാധിക്കുന്നില്ല. സബയോസ് അവിടെ ബോക്സിൽ ഡൈവ് ചെയ്ത് നോക്കി, രക്ഷയില്ല. ഹാവിയർ ഗെറയുടെ അറ്റംപ്റ്റ് തിബോ കോർട്ട്വ സേവ് ചെയ്തു നല്ല രീതിയിൽ. പക്ഷേ അവിടെ റീബൗണ്ട് ചെന്ന് വീഴുന്നുണ്ടായിരുന്നത് ഹ്യൂഗോ ഡൂറിലേക്കാണ്. അപ്പോൾ അവിടെ വാസ്കസിനെ സംബന്ധിച്ചിടത്തോളം അനങ്ങാൻ നിൽക്കുകയാണ്. ആദ്യം റിയാക്ട് ചെയ്തത് ഹ്യൂഗോ ഡൂറാണ്. അതാണ് ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ, റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ടാപ്പിംഗ് ഗോൾ അടിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ റയൽ മാഡ്രിഡ് ആദ്യം ഗോൾ കൺസീഡ് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുകയാണ്. പിന്നെ വിനി ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും അതുപോലെ തന്നെ സബയോസും ഫെഡെ വാൽവർദെയൊക്കെ റയൽ മാഡ്രിഡിനെ തിരിച്ച് മത്സരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതിൽ തന്നെ വിനി ജൂനിയർ ആ ബൈലിൻ്റെ അടുത്ത് കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രിബിൾ ചെയ്തിട്ടുള്ള ആ ഒരു പോക്ക് ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തെ ടരേഹ പിടിച്ച് വീഴ്ത്തുന്നുണ്ട്, തള്ളി വീഴ്ത്തുന്നുണ്ട്. ശരിക്കും കൈ അവിടെ യൂസ് ചെയ്യുന്നില്ല. അത് ഷോൾഡർ പുഷായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അത് പെനാൽറ്റിയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര ഫിസിക്കലാകുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വലൻസിയ പ്ലേയേഴ്സ്. വിനി ജൂനിയറിനൊക്കെ പിടിച്ച് വീഴ്ത്താനുള്ള പല ശ്രമങ്ങളും, അത്തരത്തിൽ ഫിസിക്കലാകാനുള്ള പല ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം വിനിയെ പിടിച്ചാൽ കിട്ടില്ല, അത് വേറെ കാര്യം. എംബാപ്പയുടെ ഭാഗത്ത് നിന്ന് അത്ര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഓഫ് സൈഡ് ഗോൾ ഉണ്ടായിരുന്നു, അത് വളരെ നീറ്റായിട്ടാണ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെന്താണ്, ഫെഡയുടെ ഡിസ്റ്റൻസ് എന്നുള്ളൊരു ഷോട്ട് ജസ്റ്റ് ബോക്സിൻ്റെ ബാറിൻ്റെ മുകളിലൂടെ പോകുന്നൊരു സാധനം നമ്മൾ കാണുന്നു. പിന്നെ വിനി
കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് വരുമ്പോൾ അദ്ദേഹത്തെ മാൻ ഹാൻഡിൽ ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നുണ്ട്, നേരെ കീപ്പറിൻ്റെ കൈകളിലേക്ക് പോകുന്നു. സബയോസിൻ്റെ വിനിക്ക് കൊടുത്തുള്ള ത്രൂ ബോൾ ഫാൻറ്റാസ്റ്റിക് ത്രൂ ബോൾ ആയിരുന്നു. വിനി ജൂനിയർ അത് ബെറ്ററായിട്ട് ഫിനിഷ് ചെയ്യണമായിരുന്നു. അത് കീപ്പർ സേവ് ചെയ്യുകയാണ്. ദിമിത്രിയേസ്കി എന്ന് പറയുന്ന കീപ്പർ സേവ് ചെയ്യുന്നു. മമർദഷ്വിലി പിന്നെ ഇഞ്ചുറി മൂലം കളിക്കുന്നില്ല. ദിമിത്രിയേസ്കിയാണ് ഇപ്പോൾ അവരുടെ കീപ്പറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിനി ജൂനിയർ അഗെയിൻ മാൻ ഹാൻഡിൽ ചെയ്യപ്പെടുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. ആദ്യം തരേഹ പിടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്നു, ചെങ്ങായി കട്ടിൻ സൈഡ് ചെയ്ത് പോകുമ്പോൾ, ലെഫ്റ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്ത് പോകുമ്പോൾ. പിന്നെ അൽമേദ പിടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്നു. അവസാനം എന്താണ്, അതൊരു ഫ്രീ കിക്ക് കൊടുക്കണം. ആ ഫ്രീ കിക്ക് ഫെഡേ വാൽവെർദെ പിന്നെ ആകാശത്തോടെ അടിച്ച് കളയുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. പക്ഷേ അത് ഹാഫ് ടൈം തൊട്ട് മുമ്പായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, മൊത്തം 7 അറ്റംപ്റ്റുകൾ വലൻസിയ നടത്തി, 5 ടാർഗറ്റിലേക്ക് അടിക്കുന്നു. റയൽ മാഡ്രിഡ് 12 അറ്റംപ്റ്റുകൾ നടത്തി, പക്ഷേ 3 മാത്രമേ അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താണ്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലൻസിയ പിന്നെ അവരുടെ ഡിഫൻസീവ് ലൈനെ താഴോട്ട് ഇറക്കി കൊണ്ടുവരുന്ന സിനാരിയോ ആണ്. അവർ ആ ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ 51ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡ് ഒരു പെനാൽറ്റി വിൻ ചെയ്യാണ്. വിനി ജൂനിയർ നല്ല രീതിയിൽ പൊസഷൻ വിൻ ചെയ്യുന്നു. എന്നുള്ളത് എംബാപ്പെ കൊടുക്കുന്നു. എംബാപ്പയുടെ നല്ല രീതിയിലുള്ള ടേൺ എന്നിട്ട് ആ ലെഫ്റ്റിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ബോക്സിലേക്കുള്ള റണ്ണും നല്ലതായിരുന്നു. തരേഹ മറ്റേ വിനിയെ പിടിച്ച് വീഴ്ത്തിയിട്ട പോലെ തന്നെ ഇവിടെ കൃത്യമായിട്ട് ഫൗൾ ചെയ്തിട്ട് എംബാപ്പയെ വീഴ്ത്തുന്നു. അത് പെനാൽറ്റി കൊടുക്കുന്നു റെഫറി. പെനാൽറ്റി എടുക്കാൻ പറയുന്നത് ജൂഡ് ബെല്ലിംഗാമാണ്. അപ്പോൾ ജൂഡ് ബെല്ലിംഗാമിൻ്റെ പെനാൽറ്റി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ നെസ്റ്റായിലൊരു ഗോസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ജൂഡ് ബെല്ലിംഗാമിനെ സംബന്ധിച്ചോളം ആ ഒരു വിന്നിങ് ഗോൾ ഡിനൈ ചെയ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു പെനാൽറ്റി കിട്ടിയിട്ട് അദ്ദേഹത്തിന് ഇത് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. ആ ഹോപ്പ് സ്കിപ്പ് ആ ജമ്പൊക്കെ എടുത്തിട്ട് അതേ നേരെ പോസ്റ്റിലേക്ക് അടിക്കുകയാണ്. അപ്പോൾ ആ പോസ്റ്റിലേക്ക് അടിക്കുമ്പോൾ വേറെ സംഭവം എന്ന് വെച്ചാൽ, കീപ്പർ പുള്ളിക്കാരൻ്റെ ആ ലൈനിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തട്ടിയിരുന്നെങ്കിൽ, മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ആ ഒരു മിസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക് കൂടുതലുണ്ടായിരുന്നെങ്കിൽ അതൊരു റീടേക്കിൽ കലാശിച്ചാണ്, അത് വേറെ കാര്യം. പക്ഷേ എന്താണ്, റൂൾ പ്രകാരം അവിടെ ആ ഒരു പിന്നെ പോസ്റ്റിലേക്ക് ജൂഡ് ബെല്ലിംഗാം അടിക്കുന്നതിൽ ഡയറക്റ്റ് ചങ്ങായുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് റീടേക്കിൽ അവസാനിക്കായിരുന്നത്. പിന്നെ വേറെ സംഭവം, എൻക്രോച്ച്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഈ ജൂഡ് ബെല്ലിംഗാം ആ ഒരു ഷോട്ട് അടിക്കുന്ന കാര്യത്തിൽ ബോക്സിലേക്ക് വലൻസിയ താരങ്ങൾ കടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റൂൾ കൃത്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ, സാധാരണ റീടേക്ക് എടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അഗെയിൻ പുള്ളിക്കാരൻ പോസ്റ്റിലേക്ക് അടിച്ചുകൊണ്ടാണ്. അത് സേവ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് റീടേക്ക് എടുക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അതൊരു പിന്നെ ഡെവസ്റ്റേറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു ജൂഡിനെ സംബന്ധിച്ചോളം. പക്ഷേ ആരാ ജൂഡ് മോൻ? അതായത് അതിലൊന്നും തളരൂല ചങ്ങായി. എന്ത് തളരല്? അങ്ങനെ തളരുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് ജേഴ്സി ധരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ തളരുന്നവർക്ക് ധരിക്കാൻ പറ്റുന്ന ജേഴ്സി അല്ല റയൽ മാഡ്രിഡിൻ്റെ ജേഴ്സി. അവിടെ ജൂഡിനൊന്നും സംഭവിക്കുന്നില്ല. പിന്നീട് ജൂഡിൻ്റെ വിളയാട്ടം നമ്മൾ കാണുകയാണ്. അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു. പിന്നെ വിനി ജൂഡ് എംബാപ്പെ കോമ്പിനേഷനിലാണ് ആ ഒരു ഓഫ് സൈഡ് ഗോൾ പിറക്കുന്നത്. അതിൽ തന്നെ വിനി നല്ല രീതിയിൽ പിന്നെ ബോൾ അവിടെ ആ ഒരു ഫൈനൽ തേർഡിൽ പിടിച്ചു നിർത്തുന്നു. എന്നിട്ടത് ജൂഡിന് കൊടുക്കുന്നു. ജൂഡ് അത് എംബാപ്പയ്ക്ക് റിലീസ് ചെയ്തിട്ടുള്ള ബോൾ ത്രൂ ബോൾ ഫാൻറ്റാസ്റ്റിക് ത്രൂ ബോളാണ്. പക്ഷേ എംബാപ്പെ സ്ലൈറ്റ്ലി ഓഫ് സൈഡ് ആയിരുന്നു. അവിടെ എംബാപ്പെ ഗോൾ കീപ്പറിനെ മറികടന്നിട്ട് അദ്ദേഹത്തിൻ്റെ മറികടക്കുന്നു. ഗോൾ കീപ്പറിനെ കട്ട് ചെയ്ത് നിന്നിട്ട് ആ മൊമെൻറ്റിൽ തന്നെ അദ്ദേഹം അടിക്കുന്നുണ്ട്. ഗ്രേറ്റ് ഗോളായി പോയത്. പക്ഷേ എന്താണ്, ഓഫ് സൈഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇത് എന്താണ്, മെസ്റ്റായിലെ ഭൂതം പണി തരുമ്പോൾ എന്നുള്ള തോതിൽ ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ആരാധകരെ സംബന്ധിച്ചോളം ഇതൊന്നും വലിയ വിഷയമല്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ. ലേറ്റ് ആയിട്ടുള്ള എത്ര കമ്പാക്കുകളുടെ കഥ പറയാനുണ്ട് റയൽ മാഡ്രിഡിന്. അപ്പോൾ റയൽ മാഡ്രിഡ് ആരാധകർക്ക് അപ്പോഴും പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വലൻസിയാണ്, റെലഗേഷൻ സോണിലിരിക്കുന്ന സൈഡാണ്. മെസ്റ്റേ ആണെങ്കിൽ പോലും റയൽ മാഡ്രിഡിൻ്റെ ക്വാളിറ്റിയിൽ റയൽ മാഡ്രിഡ് ആരാധകർക്ക് ഒബ്വിയസ്ലി വിശ്വാസമുണ്ട്. നമുക്കും അറിയുന്ന സംഭവം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എന്താണ് ഈ വിനി ജൂനിയർക്ക് റെഡ് കാർഡ് കിട്ടുന്നത്. അതിന് മുമ്പ് ചെമേനിയുടെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് ബോക്സിലേക്ക് വരുന്ന റോഡ്രിഗോയുടെ ഹെഡർ, റോഡ്രിഗോയുടെ ഭാഗത്ത് അത്ര നല്ലൊരു മത്സരമായിരുന്നില്ല. പക്ഷേ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് ആ ഒരു മൊമെൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെയാണ് ഈ 76-77ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയർക്ക് റെഡ് കാർഡ് കിട്ടുന്നത്. വിനി ജൂനിയർ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ മുമ്പോട്ട് പോയിട്ട് ഗോളടിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഫോൽക്കിയറിൻ്റെ നല്ലൊരു ടാക്കിൾ നമ്മളവിടെ കാണാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വിനി വീണു പോകുന്നു. ഗ്രേറ്റ് ടാക്കിളാണ് അവിടെ. പിന്നെയാണ് നാടകീയമായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നത്. അതായത് ദിമിത്രിയേസ്കി ചെങ്ങായി വിനി ജൂനിയർ അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ പുറത്തടിച്ചിട്ട് ആളിനെ പിടിച്ച് വലിച്ച് എണീപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ പ്രൊവോക്ഡ് വിനി ജൂനിയർ റിയാക്ട് ചെയ്തു. വിനി ജൂനിയർ ഓൾറെഡി മത്സരത്തിൽ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നത്, കാരണം അദ്ദേഹത്തെ മാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഭയങ്കര ഫിസിക്കലാകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് അദ്ദേഹം റിയാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ദിമിത്രിയേസ്കിയുടെ മോന്തമ്മ കയറി തോണ്ടി.
അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ദിമിത്രിയേവ്സ്കി ആ സാഹചര്യത്തിൽ അത് പിന്നെ വിനി ജൂനിയർ അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ പുള്ളിക്കാരൻ്റെ ഒരു വീഴ്ചയുണ്ട്. അതായത് വെടിയുണ്ട കൊണ്ട് വീഴുന്ന പോലെയാണ് വീണിട്ടുണ്ടായിരുന്നത്. അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന സംഭവമാണ്. പക്ഷേ തൻ്റെ ടീമിന് വേണ്ടിയിട്ട് റിലഗേഷൻ സോണിലിരിക്കുന്ന ഒരു സൈഡാണെന്ന് കാര്യം ഓർക്കണം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് ഇട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചങ്ങായി അവിടെ വീണ് പോകുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അത് VR അങ്ങനത്തെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ VR ഇടപെടും. സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ്. VR ഇടപെടുന്നു, റെഫറിയോട് സ്ക്രീനിൽ പോയി നോക്കാൻ പറയുന്നു, റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു, വിനി ജൂനിയർ ചെയ്ത് തെറ്റാണെന്നുള്ളത് ബോധ്യപ്പെടുന്നു, റെഡ് കാർഡ് കൊടുക്കുന്നു. അപ്പോൾ ഇത് റെഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആൻസലോട്ടിയൊക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെഡിനെ കുറിച്ച് വലിയ തർക്കവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് തുടങ്ങി വെച്ചത് അതാരാണ് തുടങ്ങിയെന്നുള്ളതാണ്. ഇവിടെ ശരിയാണ്, റിയാക്ഷൻ ഈ രീതിയിൽ വിനി ജൂനിയർ നടത്താൻ പാടില്ല. അത് പിന്നെ ശരിയല്ല ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. കാരണം മോഡേൺ ഇറയിൽ ഒന്ന് നെറ്റി കൊണ്ട് മുട്ടിയാൽ പോലും റെഡ് കാർഡ് കൊടുക്കുന്ന സാഹചര്യമാണെന്നുള്ളതൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ കാലഘട്ടത്തിൽ ഈ രീതിയിൽ പിന്നെ ഇങ്ങനെ പോയി തോണ്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പണി കിട്ടുന്നത് ഉറപ്പാണ്. പക്ഷേ അതിനു മുമ്പ് അവിടെ ഒരു പ്രൊവക്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രൊവക്കേഷൻ നടത്തിയിട്ടുള്ള ആൾക്കും റെഡ് കാർഡ് കൊടുക്കേണ്ടേ എന്നുള്ളതാണ് കാർലോ അൻചെലോട്ടിയും വാദം ഉണ്ടായിരുന്നത്. അത് ശരിയായിട്ടൊരു വാദമാണ്. പക്ഷേ സ്റ്റിൽ നമ്മൾ അത് റെഫറി നോക്കിയിട്ടുണ്ട്. റെഫറി നോക്കിയിട്ടുള്ള കാര്യത്തിൽ അത് വലിയ രീതിയിലുള്ളൊരു ഒരു നാസ്റ്റി കോണ്ടാക്റ്റ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. എനിക്കും അതൊരു ഒന്ന് പുറത്ത് തട്ടിയിട്ടുണ്ട്, ഒരു സ്ലാപ്പ് പോലെ തട്ടിയിട്ടുണ്ട്. എന്നിട്ട് പിടിച്ച് പൊന്തിക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ അതിന് പകരം പിന്നെ മുഖത്തേക്ക് അടിക്കുകയോ അല്ലെങ്കിൽ മുഖത്തേക്ക് തോണ്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ദിമിത്രിയേവ്സ്കിക്കും പണി കിട്ടിയേനെ. അപ്പോൾ എന്തായാലും അവിടെ പ്രൊവോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിനി. പക്ഷേ പ്രൊവോക്ക് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ ആ രീതിയിൽ റിയാക്ട് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല എന്നതാണ്. അതത്ര നാസ്റ്റി ആയിട്ടുള്ള സംഭവം ഒന്നല്ല വിനി ചെയ്തിട്ടുള്ളത്. തോണ്ടലാണ്, റിയാക്ഷനാണ്. പക്ഷേ മുഖത്തേക്ക് ആ രീതിയിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇന്നത്തെ കാലത്തിൽ റെഡ് കൊടുക്കും. പിന്നെ ചങ്ങായുടെ വീഴ്ച കൂടി കണ്ടപ്പോൾ പറയണ്ടല്ലോ. പിന്നെ റയലിൻ്റെ തന്നെ സീസണെ രക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം അവിടെ റുഡിഗർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ റെഡ് കാർഡ് വിനി ജൂനിയർക്ക് നേരെ നീക്കി കൊടുക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പൊക്കി കാണിച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ വിനി ജൂനിയറിന് ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. റെഫറീനെ എപ്പോൾ അടിക്കുന്നുള്ള രീതിയിലായിരുന്നു. അതെങ്ങാനും സംഭവിച്ചിരുന്നെങ്കിൽ പണി മൊത്തം പാളിയേനെ. വലിയ രീതിയിലുള്ള ലെങ്തി സസ്പെൻഷൻ കിട്ടിയെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ റുഡിഗർ കൃത്യമായിട്ട് പുള്ളിക്കാരെ പിടിച്ച് മാറ്റുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളിൽ വിനി കുറേ കൂടി ടെമ്പറമെൻറ്റ് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ 1-2 ഇൻസിഡൻ്റ് ഒന്നുമല്ലല്ലോ, കുറേ ഇൻസിഡൻറ്റുകളായില്ലേ. പ്രൊവോക്ക് ചെയ്യും ചെങ്ങായിനെ. കാരണം ചെങ്ങായി റിയാക്ട് ചെയ്യുന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ റിയാക്ട് ചെയ്യിപ്പിക്കാനായിട്ട് പ്രൊവോക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇവിടെ മറ്റൊരു ദിവസം ചിലപ്പോൾ വലൻസിയുടെ കീപ്പർക്കും റെഡ് കിട്ടിയേനെ എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ ഇവിടെ അത് അവർ അത്ര ഒരു സ്ട്രോങ് കേസായിട്ട് കണ്ടില്ല. പുള്ളിക്കാരന് യെല്ലോ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വിനി കുറേ കൂടി ടെമ്പർമെൻറ്റ് കാണിക്കണം. അല്ലെങ്കിൽ ഒപ്പോണൻസ് ഇതൊരു ആയുധമായിട്ട് യൂസ് ചെയ്യും. അവർക്കറിയാം ചെങ്ങായി റിയാക്ട് ചെയ്യും എന്നുള്ളത്. പിന്നെ ഇത് മെസ്റ്റായാണ്. മെസ്റ്റായാലും ഒരുപാട് മോശം അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അങ്ങനെ റെഡ് കിട്ടുന്നു. അപ്പോൾ എന്താണ് 10 പേര് വെച്ചിട്ട് കളിക്കണം ഇനി ബാക്കിയുള്ള പിന്നെ 11 മിനിറ്റ്സ് പ്ലസ് ഇഞ്ചുറി ടൈം. ഒരു ഗോളിന് പുറകിലുമാണ്. പക്ഷേ ഇങ്ങനത്തെ മൊമെൻറ്റിൽ ആ ഒരു സാഹചര്യത്തിൽ കാർലോ അൻചെലോട്ടി ലുക്കിറ്റേക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ലുക്കിറ്റിനെ ഇറക്കി വിടുകയാണ് കാർലോ അൻചെലോട്ടി. പിന്നെ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണോ റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. ഇതെങ്ങനെ അവന്മാരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇതിപ്പോൾ എത്രാമത്തെ തവണയാണിത് സംഭവിക്കുന്നത്. വല്ലാത്തൊരു ക്ലബ്ബ് തന്നെ കേട്ടോ. അതായത് 10 പേര് വെച്ചിട്ടാണ് കളിക്കുന്നത്. ലോ ബ്ലോക്കിലാണ് വലൻസിയ ഇരിക്കുന്നത്. പക്ഷേ പിന്നെ വലൻസിയയാണ് പതറുന്നത്. അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 68ാമത്തെ മിനിറ്റിൽ കാർലോ അൻചെലോട്ടി വരുത്തിയിട്ടുള്ള ചില ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വലൻസിയയുടെ മാനേജറും വരുത്തിയിട്ടുള്ള ചേഞ്ചുകൾ ഉണ്ടായിരുന്നു. ഈ ചേഞ്ചുകൾക്കൊക്കെ വലിയ തോതിലുള്ള ഇമ്പാക്റ്റ് പിന്നീട് മത്സരത്തിന് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ 80ാമത്തെ മിനിറ്റിൽ ലുക്കിറ്റയും കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് അതും വലിയ തോതിൽ മത്സരത്തിൻ്റെ ഗതിയെ നിർണ്ണയിച്ചിട്ടുണ്ട്. ഈ 68ാമത്തെ മിനിറ്റിൽ ഗിയമോൻ എന്ന് പറയുന്ന പ്ലെയറിനെ ഹാവിയർ ഗെറയ്ക്ക് പകരം കൊണ്ടുവന്നിരുന്നു. ഈ ഗിയമോൻ 2 ഗോളുകളിലും വലൻസിയ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രശ്നക്കാരനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ബ്രഹീം ഡിയാസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കമവിംഗയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ലുക്കിറ്റ വന്നിട്ടുണ്ടായിരുന്നു. ഈ 3 പേരും വലിയ തോതിൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഓൾറെഡി ഉള്ള ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ ഇമ്പാക്റ്റ് ഭീകരമാണ്, അതിഭീകരം. ഇതിൽ തന്നെ ഈ കമവിംഗയെ സംബന്ധിച്ചോളം ലെഫ്റ്റ് ബാക്കായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹം 25 മിനിറ്റ് എങ്ങനെ കളിച്ചിട്ടുള്ളൂ. ഈ 25 മിനിറ്റിൽ അദ്ദേഹം ഫൈനൽ തേർഡിൽ 11 ടച്ചസിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. മെൻഡി പിന്നെ 68 മിനിറ്റ് എങ്ങനെ കളിച്ചില്ലേ, ആ ചങ്ങായി ആകെ 14 ഫൈനൽ തേർഡ് ടച്ചസ് മാത്രമേ നടത്തിയിട്ടുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഇവിടെ ഒരു ഗോളിന് ചേസ് ചെയ്യാണ്. പക്ഷേ സ്റ്റിൽ കമവിംഗ
ഏതെങ്കിലും ഒരു തരത്തിൽ ആ ടീമിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്ലെയർ ആണെന്നുള്ളതാണ്. കാരണം ആ ജാതി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് എവിടെ കളിച്ചു കഴിഞ്ഞാലും. ഇനിയിപ്പോൾ മിഡ്ഫീൽഡ് ഇപ്പോൾ സബയോസ് മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, ഓക്കെ, അവിടെ നിന്ന് സബയോസിനെ മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് റോൾ കളിപ്പിക്കുക, എവിടെയെങ്കിലും കളി, ആ ഗ്രൗണ്ടിൽ കമവിംഗ വേണം. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ പിന്നെ ആ ഫിറ്റ്നസ് കാര്യങ്ങളുള്ളതുകൊണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സ്റ്റിൽ കമവിംഗ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് റയലിനെ സംബന്ധിച്ചോളം. അദ്ദേഹത്തിൻ്റെ ആ ഒരു അഗ്രഷൻ, ആ ഒരു ടെനാസിറ്റി, അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് റോൾ ആ ഒരു 8 റോളാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഗ്രൗണ്ടിൽ ചങ്ങായി ഉണ്ടായാൽ തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അത് ഉറപ്പാണ്. അതേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മത്സരത്തിലും. അപ്പോൾ റയലിൻ്റെ ഈ ഒരു കംബാക്കിൽ കമവിംഗ, ബ്രഹീം ഡിയാസ്, ലുക്കിറ്റ, ജൂഡ് ബെല്ലിംഗാം വഹിച്ചുള്ള പങ്ക് ചെറുതൊന്നല്ല. പിന്നെ 84-ാമത്തെ മിനിറ്റിൽ ലുക്കിറ്റ ഗോൾ അടിക്കുകയാണ്, ഈക്വലൈസർ അടിക്കുകയാണ്. അതിനു മുമ്പ് എംബാപ്പയെ വീഴ്ത്തിയുള്ള സാഹചര്യത്തിൽ ഒരു പെനാൽറ്റി ഗോൾ റയൽ മാഡ്രിഡ് ഭാഗത്തുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഓഫ് സൈഡ് ആയിരുന്നു. എംബാപ്പെ അത്ര കെയർഫുൾ ആയിട്ടല്ല കളിക്കുന്നുണ്ടായിരുന്നു, കുറേ കൂടി കെയർ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലുക്കിറ്റയുടെ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ബ്രഹീം ഡിയാസിൻ്റെ ആ ഒരു ടൈറ്റ് സ്പേസിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കമവിംഗ അദ്ദേഹത്തിലേക്ക് ബോൾ കൊടുക്കുന്നു, ആ ഒരു ബോക്സിൻ്റെ പുറത്ത് ഒരു സോൺ 14 ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ബ്രഹീം ഡിയാസിൻ്റെ അടുത്ത് നിന്ന് പൊസിഷൻ പോയി എന്ന് നമ്മൾ കരുതുന്നുണ്ട്, പക്ഷെ അവിടെ ഈ ഗുയമേൻ്റെ അടുത്ത് നിന്ന് അവിടെ ബോൾ വിൻ ചെയ്യുകയാണ് നമ്മുടെ ബ്രഹീം ഡിയാസ്. അതിന് ശേഷം അത് ജൂഡിന് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജൂഡ് ബോക്സിൻ്റെ പുറത്ത് ഫസ്റ്റ് ടച്ചിൽ ലുക്കിറ്റ റിലീസ് ചെയ്യണം. അപ്പോൾ ലുക്കിറ്റയുടെ റണ്ണ് കണ്ടേ ഇല്ല, അതാണ് ലുക്കിറ്റയുടെ എക്സ്പീരിയൻസ്. കാര്യമുള്ള ടച്ചസ് ഒന്നും മത്സരത്തിൽ അദ്ദേഹം ഉണ്ടായിട്ടില്ല, പക്ഷേ വന്ന 11 മിനിറ്റിൽ അദ്ദേഹം 4 റിക്കവറീസ് നടത്തിയിട്ടുണ്ട്. ഇൻ്റലിജൻസ് ആണ് അവിടെ, കാരണം കൃത്യമായിട്ടും ആ ഒരു റണ്ണ് അദ്ദേഹം ബോക്സിലേക്ക് നടത്തുന്നു, എന്നിട്ട് കമ്പോസ്റ്റ് ഫിനിഷ് നമ്മൾ കാണണം. ലുക്കിറ്റ ആരാ മുതൽ, അതായത് 2012 റയൽ മാഡ്രിഡിലേക്ക് വന്നിട്ടുള്ള ചെങ്ങായിയാണ് ടോട്ടനാമിൽ നിന്ന്. അദ്ദേഹം അങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരൊറ്റ മേജർ ട്രോഫിയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കണം. മാത്രമല്ല വന്ന സമയത്ത് ഫ്ലോപ്പ് എന്നുള്ള രീതിയിൽ പോലും അദ്ദേഹത്തെ ലേബിൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ലുക്കിറ്റ പിന്നെ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ ഗ്രിറ്റും അദ്ദേഹത്തിൻ്റെ എല്ലാ പണ്ടാറവും കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ 39-ാമത്തെ വയസ്സിൽ റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും ഡെക്കറേറ്റഡ് ആയിട്ടുള്ള പ്ലെയറായിട്ട് മാറുകയാണ്. ഏറ്റവും കൂടുതൽ ട്രോഫികൾ അദ്ദേഹത്തിൻ്റെ പേരിലാണുള്ളത്. മാത്രമല്ല ഇപ്പോൾ ഈ വലൻസിയക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ തോതിൽ ചരിത്ര പ്രാധാന്യമുള്ളൊരു ഗോളാണ്. കാരണം എന്ന് വെച്ചാൽ ഫെറങ്ക് പുഷ്കാസ് എന്ന് പറയുന്ന റയൽ മാഡ്രിഡിൻ്റെ ഇതിഹാസത്തിൻ്റെ പേരിലായിരുന്നു ഏറ്റവും പ്രായം കൂടിയൊരു താരം റയൽ മാഡ്രിഡിന് വേണ്ടി ഗോൾ അടിച്ചതിൻ്റെ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അതും ഈ ചെങ്ങായി മറികടന്നിരിക്കുകയാണ് 39-ാമത്തെ വയസ്സിൽ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിൽ മെസ്റ്റായിൽ അദ്ദേഹം ഡെലിവറി ചെയ്തിരിക്കുകയാണ്. ജനറേഷണൽ ഫുട്ബോളറാണ് ലൂക്ക മോഡ്രിച്ച്. വാട്ട് എ ഫുട്ബോളർ. അപ്പോൾ അങ്ങനെ ചെങ്ങായി ഗോൾ അടിക്കുന്നു. എങ്ങനെയെങ്കിലും സമനിലയിൽ തീർക്കാമെന്നായിരിക്കും വലൻസിയ വിചാരിച്ചിട്ടുണ്ടാവുക. കാരണം വെച്ചാൽ അവർക്ക് 11 പേരുണ്ട്. പക്ഷേ അപ്പുറത്ത് റയൽ മാഡ്രിഡ് അല്ലേ, അവന്മാർ ഓവറോൾ അത്ര നല്ല പ്രകടനമൊന്നും ആയിരുന്നില്ല റയൽ മാഡ്രിഡ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ മൊമെൻറ്റ്സിൽ ഡെലിവറി ചെയ്യാനുള്ള അവരുടെ ആ ഒരു കഴിവ് അത് അതിഭീകരമാണ്. അതുമാത്രമല്ല ഈ മത്സരത്തിൻ്റെ ഈ അവസാന സമയങ്ങളിലേക്ക് എത്തുമ്പോൾ വേറെ തരത്തിലൊരു ഊർജ്ജമാണ്. അതിപ്പോൾ 10 പേര് വെച്ച് കളിക്കുകയാണ് അവർ, എന്നിട്ടും ആ ഊർജ്ജത്തിനൊരു കുറവില്ല. അങ്ങനെ അവർ ആ വിന്നിങ് ഗോൾ കണ്ടെത്തുകയാണ് ഇഞ്ചുറി ടൈമിൽ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? റയൽ മാഡ്രിഡ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലൻസിയയുടെ അടുത്താണ് ബോളുള്ളത്. വലൻസിയയുടെ ഹാഫിൽ വലൻസിയയുടെ അടുത്ത് ബോളുണ്ട്. അവർ ആ ബോള് പിന്നെ ഒന്ന് ബാക്കിലേക്ക് പാസ് ചെയ്ത് കൊടുത്താണ് ആർക്ക്, ഗുയമോനിലേക്ക്. അപ്പോൾ ഗുയമോനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്ന് കാല് നീട്ടി അത് പുറകിലേക്ക് ബാക്ക് പാസ് കൊടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അവിടെ ജൂഡിൻ്റെ പ്രസ് മികച്ചതായിരുന്നു. അങ്ങനെ ജൂഡിലേക്കാണ് ചെന്ന് വീണ്ടായിരുന്നത്. ജൂഡ് എന്നിട്ട് അവിടെ നിന്ന് വളരെ കമ്പോസ്ഡ് ആയിട്ടുള്ള ഫിനിഷ് കാഴ്ചവെക്കുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഓൾറെഡി പെനാൽറ്റി മിസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് തളരുന്ന ആളല്ല ജൂഡ്. എന്നിട്ട് ലുക്കിറ്റൊക്കെ ആ ഫാന്റാസ്റ്റിക് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ ഇഞ്ചുറി ടൈമിൽ മെസ്റ്റായയിൽ വിന്നിംഗ് ഗോൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. അതായത് അവസാനത്തെ 8 ലാലിഗ മത്സരങ്ങളിൽ 7 ഗോളുകളും 4 അസിസ്റ്റുകളാണ് ചെങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം റയൽ മാഡ്രിഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ഈ സീസണിൽ അത് മറ്റാരുമല്ല, ജൂഡ് ബെല്ലിംഗാം ആണെന്നുള്ളതാണ്. മാത്രമല്ല റയൽ മാഡ്രിഡ് ഈ ജൂഡിന് ചുറ്റുമാണ് ഈ ടീമിനെ ബിൽഡ് ചെയ്യേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി ടോപ്പ് ക്ലാസ് ആണ്. അദ്ദേഹം എന്താണ് ചെയ്യാത്തത്? ക്രിയേറ്റ് ചെയ്യും, ഗോളടിക്കും, പിന്നെ നല്ല രീതിയിൽ ഡിഫെൻസീവ് വർക്ക് റേറ്റ് കൊടുക്കും, സെൽഫ്ലെസ് ആയിട്ട് കളിക്കും. ആ കുപ്പായത്തിൻ്റെ വില കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്താണ് ഇനി വേണ്ടത്?
പ്രോപ്പർ ഒരു റയൽ മാഡ്രിഡ് പ്ലെയർ എന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ് ജൂഡ് ബെല്ലിംഗാം. ഹേയ് ജൂഡ്, നിങ്ങളൊരു മുതലാണ്. അപ്പോൾ അങ്ങനെ ആളുടെ ഈ മത്സരത്തിലെ ഡിഫെൻസീവ് സ്റ്റാറ്റ്സും അൺബിലീവബിളാണ്. ഗോളും അസിസ്റ്റും ഡിഫെൻസീവ് സ്റ്റാറ്റ്സും ഡിഫെൻസീവ് കോൺട്രിബ്യൂഷനും എന്താ പറയുക, അങ്ങനത്തെ ഒരു പ്ലെയറാണ്. അവിടെ നിന്നും ഡ്രാമ അവസാനിക്കുന്നില്ല. വലൻസിയ ഓക്കെ ഇതുവരെ അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല. ഈ സെക്കൻഡ് ഹാഫിൽ ഒരു ഡയഗണൽ കൊടുക്കുന്നു, കമവിംഗ ജമ്പ് ചെയ്യുന്നു, കമവിംഗക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് പിന്നെ റിയോഹയിൽ അത് കണത്തുന്നു. അപ്പോൾ റിയോഹോ അവിടെ നിന്ന് റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്യുന്നു, റുഡിഗറിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു കിടിലൻ സാധനം അടിച്ചു കയറ്റാനുള്ള ശ്രമമാണ്. തിബോ കോർട്ടോ പറന്ന് നോക്കി, ഒരു രക്ഷയില്ല. പോസ്റ്റിൽ തട്ടിയിട്ട് ഭാഗ്യത്തിന് അത് അകത്തോട്ട് പോയില്ല. അതായിരുന്നു ലാസ്റ്റ് കിക്ക് ഓഫ് ദ ഗെയിം. ആലോചിക്ക്, അതകത്തോട്ട് പോയിരുന്നെങ്കിൽ 2-2 ആകുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ മത്സരം റയൽ മാഡ്രിഡ് വിജയിച്ച് കാര്യമുള്ളത്. അപ്പോൾ ഈ റയൽ മാഡ്രിഡിൻ്റെ ഈ ഒരു വല്ലാത്തൊരു ഓറയുണ്ട്. ആ ഓറ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒപ്പോസിഷൻ ടീമിൻ്റെ പ്ലെയേഴ്സിൽ മിസ്റ്റേക്സുകൾ ഉണ്ടാക്കുന്ന തരത്തിലൊരു ഓറയാണത്. അത് നമ്മൾ മുമ്പും പലതവണ ചാമ്പ്യൻസ് ലീഗ് രാത്രികളിൽ കണ്ടിട്ടില്ലേ? ബിഗ് പ്ലെയേഴ്സ് മിസ്റ്റേക്കുകൾ വരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇവിടെ ഇപ്പോൾ ഗുയമോൺ എന്ന് പറയുന്ന പ്ലെയർ മിസ്റ്റേക്ക് വരുത്തിയിരിക്കുകയാണ്. കാരണം ആ ഒരു പ്രഷറുണ്ട്. മാത്രമല്ല എല്ലാവർക്കും അറിയാം റയൽ മാഡ്രിഡ് ഈ ഒരു സമയമായി കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് വേറെ രീതിയിൽ ആ മത്സരം ജയിക്കാനായിട്ട് എന്തും ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മിസ്റ്റേക്കുകൾ ക്രീപ്പിങ് ചെയ്യും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ പ്രശ്നം മികച്ചതായിരുന്നു റയൽ മാഡ്രിഡ്. ഏതായാലും അങ്ങനെ റയൽ മാഡ്രിഡ് ഒരു എപ്പിക് കംബാക്ക് നടത്തിയിരിക്കുന്നു. പക്ഷേ സ്റ്റിൽ വലൻസിയ അത്ര നല്ല രീതിയിലല്ല ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലൻസിയക്കെതിരെയും റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫിൽ പ്രത്യേകിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അത് അത്ര നല്ലൊരു സംഭവമല്ല. അത് സോർട്ട് ഔട്ട് ചെയ്യണം കാർലോ അൻചെലോട്ടി. ശരിയാണ്, ഫുൾ ബാക്ക് ഏരിയയിൽ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് പ്ലേയേഴ്സ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷേ സ്റ്റിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എല്ലാ മത്സരങ്ങളും ഈ രീതിയിൽ ജയിച്ചു കയറാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സോർട്ട് ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.